ആരോഗ്യപരിരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കണമെന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെന്മാറ മണ്ഡലം കൺവെൻഷൻ. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞു. പെൻഷൻ പരിഷ്കരണത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഗഡുക്കൾ നൽകണം. ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത ഗഡുക്കൾ ഞങ്ങൾ പെൻഷൻ പറ്റി പിരിഞ്ഞ ആളുകൾക്ക് നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. DRS കുടിശ്ശിക 294 മാസം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 294 മാസം DR കുടിശ്ശിക ആയി നിൽക്കുകയാണ്. നമുക്ക് തരാൻ ബാക്കി നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ആളുകളുടെയും ക്രെഡിറ്റിൽ വരേണ്ടത്. അതൊക്കെ കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ ഇടതുപക്ഷ സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടുണ്ടായി. പക്ഷേ ഇങ്ങനൊരു സമൂഹം ജീവിച്ചിരിക്കുന്നുണ്ട് പോലും അവർ ചിന്തിച്ചില്ല. പെൻഷൻ പറ്റി പിരിഞ്ഞ ആളുകൾ ഈ കേരള സംസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ പോയൊരു ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയിരുന്നു എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. പക്ഷേ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ആ ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടൊക്കെ തന്നെ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനോടൊക്കെ തന്നെ സംസ്ഥാന കമ്മിറ്റി നമ്മൾ ആവശ്യപ്പെട്ട നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അതൊക്കെ തന്നെ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്കുള്ളത്. ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെയാണ്. പരിഗണന ഉണ്ടായിട്ടില്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ പെൻഷനേഴ്സ് യൂണിയൻകാർ ചെയ്ത പോലെ അടിമപ്പണി നമ്മൾ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പെൻഷനേഴ്സ് യൂണിയൻകാരൻ പിണറായി വിജയൻ പറയുന്നത് കേട്ട് അടിമപ്പണി ചെയ്ത ആളുകളാണ്. ആ അടിമപ്പണി ചെയ്ത ആളുകളുടെ സംസ്കാരമല്ല കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനുള്ളത്. ഷാജി എസ് തെക്കേതിൽ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി KM റഷീദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് K വിജയൻ, P വിശ്വനാഥൻ, A ശിവരാമൻ, C ആറുമുഖൻ, മണികണ്ഠൻ, വനിതാ ഫോറം പ്രസിഡന്റ് ലതാ മേനോൻ, സാറാമ്മ, ബാബു, PV രാധാകൃഷ്ണൻ, മണിദാസ്, മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. K രാധാകൃഷ്ണൻ സ്വാഗതവും K രാമൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.